ബത്തേർ എന്ന സ്ഥലത്ത് ചെന്നു ചേരുന്നു. അപ്പസ്തോല സംഘത്തിൻ്റെ പിന്നാലെയുണ്ടായിരുന്ന മൃഗസമൂഹത്തിന് മാറ്റം വന്നിട്ടുണ്ട്. കറുത്ത കോലാടുമുട്ടൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ചെമ്മരിയാടും 2 ആട്ടിൻകുട്ടികളുമാണുള്ളത്. തടിച്ച ഒരാട്, നല്ല പാലുള്ള അകിട്, 2 പടുവികൃതി ആട്ടിൻകുട്ടികളും. ചെറിയൊരു മൃഗസമൂഹം. കരിക്കറുമ്പൻ മുട്ടാടിൻ്റെ സാന്നിധ്യം മായാജാലം ധ്വനിപ്പിച്ചിരുന്നത് നീങ്ങി. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, മാർജിയാമിനെ സന്തോഷിപ്പിച്ച് ഒരു ചെറിയ ആട്ടിടയനാക്കാൻ നമ്മൾ ഒരു ചെറിയ കോലാടിനെ വാങ്ങുമെന്ന്. എന്നാൽ നിങ്ങൾക്ക് കോലാടിനെ തീരെ ഇഷ്ടമില്ലാത്തതിനാൽ നമ്മൾ ചെമ്മരിയാടിനെ വാങ്ങി. അതോ പത്രോസ് ആഗ്രഹിച്ചതുപോലെ നല്ല വെളുത്ത ആടിനെ? തീർച്ചയായും ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് ബെൽസബൂബിനെയാണ് ഞാൻ പിന്നാലെ വലിച്ചുകൊണ്ട് നടക്കുന്നതെന്നായിരുന്നു. പത്രോസ് മറുപടി പറയുന്നു. വാസ്തവത്തിൽ അതിനെ നമ്മുടെ കൂടെ കൂട്ടിയതിൽ പിന്നെ എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായത്. ഒരു ബാധ നമ്മുടെ പിന്നിലുണ്ടായിരുന്നു. കറിയോത്തുകാരൻ കോപത്തോടെ തറപ്പിച്ചു പറയുന്നു. എങ്കിൽ അത് നല്ലൊരു ബാധയായിരുന്നു. കാരണം യഥാർത്ഥത്തിൽ എന്ത് ഉപദ്രവമാണ് നമുക്കുണ്ടായത്? ശാന്തനായി ജോൺ ചോദിക്കുന്നു. അവരെല്ലാം ജോണിൻ്റെ നേരെ ശകാരം. അവൻ ഇത്ര കണ്ണു കാണാതായതിന് മൊദീനായിൽ അവരെങ്ങനെ പരിഹസിക്കപ്പെട്ടു എന്ന് നീ കണ്ടതല്ലേ? എൻ്റെ സഹോദരൻ്റെ വീഴ്ച നിസ്സാരമാണെന്നാണോ നീ വിചാരിക്കുന്നത്? ആകെ അവൻ നാശമാകുമായിരുന്നു. അവൻ്റെ കാലോ നടുവോ ഒടിഞ്ഞിരുന്നെങ്കിൽ ഈ ദൂരം അത്രയും എങ്ങനെ അവനെ എടുത്തുകൊണ്ടുവരുമായിരുന്നു? പിന്നെ കഴിഞ്ഞ രാത്രിയിലെ സംഭവം സന്തോഷപ്രദമായിരുന്നെന്നാണോ നീ കരുതുന്നത്? ഞാൻ എല്ലാം കണ്ടു, ഞാൻ എല്ലാം പരിഗണിച്ചു. എന്നിട്ട് നമുക്കൊരു തിന്മയും വരാതിരുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. തിന്മ നമ്മുടെ നേർക്ക് വന്നു, എന്നാൽ അത് ഓടിപ്പോയി. പതിവ് പോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം നമ്മെ സഹായിക്കുകയാണ് ചെയ്തത്. നന്മയുടെ വിത്തുകൾ മുദീനായിലും മുന്തിരിത്തോട്ടത്തിലെ പണിക്കാരുടെ ഇടയിലും വിതറാൻ നമുക്കിടയാക്കിയല്ലോ. ഒരാൾക്കെങ്കിലും മുറിവേറ്റ് കാണും. എങ്കിൽ തന്നെ എത്ര കഷ്ടമായി പോയി എന്ന് അവർക്ക് ഇച്ഛാഭംഗം തോന്നത്തക്ക വിധത്തിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ. സ്നേഹം കാണിക്കാത്തതിൽ അവർക്കെല്ലാം മനസ്താപമുണ്ടായിരുന്നു. അതിനു പകരം പരിഹാരം ചെയ്യാനും അവർ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ രാത്രിയിൽ കൊള്ളക്കാരുടെ കാര്യത്തിലും സംഭവിച്ചു. അവർ ഒരു ഉപദ്രവവും ചെയ്തില്ല. പിന്നെ നമുക്ക് മുട്ടാടിന് പകരം പത്രോസ് ചെമ്മരിയാടിനെ വാങ്ങി. അവരുടെ സുരക്ഷിതത്വത്തിന് സമാനമായി അതിനെ കൊടുത്തു. പോരാഞ്ഞിട്ട് ദരിദ്രർക്ക് കൊടുക്കാൻ ഇപ്പോൾ ധാരാളം പണവും കിട്ടി. കാരണം കച്ചവടക്കാരും സ്ത്രീകളും പണസഞ്ചികളും മറ്റും സാധനങ്ങളും തന്നു. ഇതിലെല്ലാം പ്രധാനമായത് അവർക്കെല്ലാം ഈശോയുടെ വചനം ശ്രവിക്കാൻ ഇടയായി എന്നതാണ്. ജോൺ പറഞ്ഞത് ശരിയാണ്. തീഷ്ണനും യൂദാ തദീവസും പറയുന്നു. യൂദാ തുടർന്നു. എല്ലാം സംഭവിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള മുന്നറിവോടു കൂടിയാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും കൂടെ എങ്ങനെ അവിടെ ഒരുമിച്ച് വന്നു? എൻ്റെ വീഴ്ച നിമിത്തം നമ്മൾ താമസിച്ചു പോയി. അതൊപ്പിച്ച് ആഭരണങ്ങൾ അണിഞ്ഞ സ്ത്രീകളും വലിയ ആട്ടിൻപറ്റങ്ങളുള്ള ഇടയന്മാരും പണം ധാരാളമുണ്ടായിരുന്ന കച്ചവടക്കാരും എല്ലാ കച്ചവടക്കാർക്ക് പറ്റിയ ഇരയായിരുന്നല്ലോ. സഹോദര, എന്നോട് നേര് പറയൂ, ഇതെല്ലാം സംഭവിക്കുമെന്ന് നീ അറിഞ്ഞിരുന്നോ? തദേവുസ് ഈശോയോട് ചോദിക്കുന്നു. ഞാൻ അനേകം പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, പിതാവ് മറ്റു വിധത്തിൽ നിശ്ചയിക്കുന്നില്ലെങ്കിൽ എനിക്ക് മനുഷ്യഹൃദയങ്ങൾ വായിക്കാൻ കഴിയുമെന്ന്. സംഭവിക്കാനിരിക്കുന്നതിനെ അവഗണിക്കാൻ എനിക്ക് സാധ്യമല്ല. കൊള്ളാം. എന്നാൽ എന്തുകൊണ്ടാണ് നീ ചിലപ്പോഴെല്ലാം തെറ്റ് ചെയ്യുന്നത്? ശത്രുതയുള്ള ഫരിസേയരുടെ പക്കലേക്ക് പോകുന്നതും വിരോധമുള്ള പട്ടണങ്ങളിലേക്ക് പോകുന്നതും മറ്റും എന്തുകൊണ്ട്? കറിയോത്തുകാരൻ യൂദാ ചോദിക്കുന്നു. ഈശോ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കുന്നു. അനന്തരം ശാന്തനായി സാവധാനത്തിൽ പറയുന്നു. അതൊന്നും തെറ്റുകളല്ല. അവയെല്ലാം എൻ്റെ ദൗത്യ നിർവഹണത്തിന് ആവശ്യമാണ്. രോഗികൾക്ക് വൈദ്യനെ ആവശ്യമാണ്. അറിവില്ലാത്തവർക്ക് ഗുരുവിനെ വേണം. എന്നാൽ വൈദ്യന്മാരും ഗുരുക്കന്മാരും നല്ലവരാണെങ്കിൽ അവരെ നിരാകരിക്കുന്നവരുടെ അടുത്തേക്ക് വീണ്ടും പോകും. കാരണം അതവരുടെ കടമയാണ്. ഞാനും പോകുന്നു. നിങ്ങളുടെ ആഗ്രഹം ഞാൻ പോകുന്നിടത്തെല്ലാം എല്ലാ എതിർപ്പുകളും തകർന്നു വീഴണമെന്നാണ്. എനിക്കത് ചെയ്യാൻ കഴിയും. എന്നാൽ ഒരുത്തർക്കും നേരെ ഞാൻ ബലം പ്രയോഗിക്കുകയില്ല. ഞാൻ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നു. അധികാരം ഉപയോഗിച്ച് ഹോമിക്കുന്നത് വളരെ അപൂർവം അവസരങ്ങളിൽ മാത്രമാണ്. അതായത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ ദൈവ അനുഗ്രഹത്താൽ ഒരാത്മാവ് പ്രകാശിതമാണെന്നു കണ്ടാൽ, അല്ലെങ്കിൽ അനേകം ആളുകൾ രക്ഷിക്കപ്പെടാൻ സാഹചര്യമുള്ളപ്പോൾ. ഇന്നലെ രാത്രിയിലെ പോലെ അല്ലേ? പത്രോസ് ചോദിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ആ കൊള്ളക്കാർ പേടിച്ചുപോയി. കാരണം നമ്മളെല്ലാം ഉണർന്നിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കി.
പ്രകടമായ നിന്ദയോടെ കറിയോത്തുകാരൻ പറയുന്നു. അല്ല, അവർ പ്രസംഗം നിമിത്തം നല്ല ബോധ്യത്തിലേക്ക് വന്നു. തോമസ് പറയുന്നു. ഇല്ല, അവർ സ്വപ്നത്തിൽ പോലും ഒന്നും വിചാരിച്ചു കാണുകയില്ല. അവർ മയമുള്ള ആളുകളാണ്. ഈശോയാണ് സംസാരിക്കുന്നതെങ്കിൽ തന്നെയും 1-2 വാക്കുകൾ മതി അവരെ ബോധ്യപ്പെടുത്താൻ. എനിക്കറിയാം അവരെങ്ങനെയുള്ളവരാണെന്ന്. കാരണം ഒരിക്കൽ ഞാനും കുടുംബവും ബെത്സദായിലെ അനേകം ആളുകളും ആദൂമിലെ കൊക്കയിൽ വെച്ച് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ടതാണ്. ഗുരുവേ, എന്നോടൊന്ന് പറയൂ. ഇന്നലെ മുതൽ ഇത് ചോദിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. നിന്റെ വാക്കുകൾ നിമിത്തമാണെന്നോ നിന്റെ മനഃശക്തി പ്രയോഗിച്ചത് കൊണ്ടാണോ ഇന്നലെ അനിഷ്ട സംഭവമൊന്നും ഉണ്ടാകാതിരുന്നത്? സബദിപുത്രൻ ജെയിംസ് ചോദിക്കുന്നു. ഈശോ പുഞ്ചിരി തൂകുന്നതേയുള്ളൂ, ഒന്നും പറയുന്നില്ല. മാത്യു പറയുന്നു, എനിക്ക് തോന്നുന്നത് അവൻ്റെ മനഃശക്തി കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ്. അവരുടെ കഠിന ഹൃദയങ്ങളെ അവൻ മിക്കവാറും മരവിപ്പിച്ചിട്ടാണ് അവരെ രക്ഷിക്കാനായി അവരോട് പ്രസംഗിച്ചത്. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിനാണ് അവൻ തനിയെ മാറിയിരുന്നതും മനത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നതും. അവൻ്റെ നോട്ടം കൊണ്ടും എതിർപ്പില്ലാത്ത ശാന്തത കൊണ്ടും അവരിലുള്ള വിശ്വാസം കൊണ്ടുമാണ് അവരെ കീഴ്പ്പെടുത്തിയത്. അവൻ കയ്യിൽ ഒരു വടി പോലും എടുത്തില്ല. ആൻഡ്രു പറയുന്നു. കൊള്ളാം, ശരി തന്നെ. ഇതെല്ലാമാണ് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും. എന്നാൽ ഗുരു എന്താണ് പറയുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. പത്രോസ് പറയുന്നു. അവരുടെ ഇടയിൽ സജീവമായ ഒരു ചർച്ച ഇതേക്കുറിച്ച് നടക്കുന്ന ഈശോ അതിൽ പങ്കെടുക്കുന്നില്ല. ചിലർ പറയുന്നത് ബലം പ്രയോഗിക്കുകയില്ലെന്ന് ഈശോ പറഞ്ഞതിനാൽ കള്ളന്മാരുടെ മേലും ബലം പ്രയോഗിച്ചിട്ടില്ലെന്നാണ്. ബെർത്തലോമിയുടെ അഭിപ്രായം അതാണ്. തോമസിൻ്റെ അല്പം പിന്താങ്ങലോടെ കറിയോത്തുകാരൻ പറയുന്നത് ഒരു മനുഷ്യൻ്റെ നോട്ടം കൊണ്ട് ഇത്രയും ചെയ്യാൻ കഴിയുമെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ്. മാത്യു എന്നാൽ തിരിച്ചടിക്കുന്നു. അതും അതിനേക്കാളേറെയും ചെയ്യാൻ കഴിയും. അവൻ എന്നോട് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ നോട്ടമാണ് എന്നെ മാനസാന്തരപ്പെടുത്തിയത്. ഇതിനെതിരായ അഭിപ്രായങ്ങളും പറയപ്പെട്ടതിനാൽ ചൂടുപിടിച്ച ഒരു വാദപ്രതിവാദം തന്നെ നടക്കുന്നു. ഓരോരുത്തരും അവനവൻ്റെ അഭിപ്രായം വിടുന്നില്ല. ഈശോയെ പോലെ ജോണും സംസാരിക്കുന്നില്ല. എന്നാൽ ജോൺ പുഞ്ചിരി തൂകുന്നുണ്ട്. അത് മറയ്ക്കാൻ തലകുനിച്ചിരിക്കുന്നു. ഒരുത്തരുടെയും അഭിപ്രായം പത്രോസിന് തൃപ്തി വരുത്തുന്നില്ല. പത്രോസ് ചർച്ച കൂടുതൽ സജീവമാക്കുന്നു. അയാൾ പറയുന്നത് ഈശോയുടെ നോട്ടം സാധാരണ മനുഷ്യരുടെ നോട്ടം പോലെയല്ല എന്നാണ്. ആ വ്യത്യാസം ഈശോ രക്ഷകനായതുകൊണ്ടാണോ അതോ എപ്പോഴും ഈശോ ദൈവമായതുകൊണ്ടാണോ എന്നാണ് പത്രോസിന് അറിയേണ്ടത്. ഈശോ സംസാരിക്കുന്നു. ഞാൻ ഗൗരവമായി നിങ്ങളോട് പറയുന്നു, എനിക്ക് മാത്രമല്ല കളങ്കമറ്റ പരിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഏതൊരാൾക്കും അതും അതിലധികവും ചെയ്യാൻ കഴിയും. അരൂപിയിൽ ദൈവത്തോട് ഒന്നായിരിക്കുന്ന ഒരു ശിശുവിൻ്റെ നോട്ടത്തിന് വ്യർത്ഥമായ ക്ഷേത്രങ്ങളെ നിലം പരിശാക്കാൻ കഴിയും. സാംസൺ പിടിച്ചു കുലുക്കിയതുപോലെ കുലുക്കേണ്ട ആവശ്യമുണ്ടാകുകയില്ല. വന്യമൃഗങ്ങളെയും മനുഷ്യമൃഗങ്ങളെയും ശാന്തമാക്കാൻ കഴിയും. മരണത്തെ അകറ്റാനും അരൂപിയുടെ രോഗങ്ങളെ നീക്കാനും കഴിയും. ദൈവത്തോട് ഐക്യപ്പെട്ട ദൈവത്തിൻ്റെ ഉപകരണമായി തീർന്നിരിക്കുന്ന കുട്ടിയുടെ വാക്കുകൾക്ക് രോഗം മാറ്റാനും പാമ്പിൻ്റെ വിഷം നിരുപദ്രവകരമാക്കാനും എല്ലാ തരത്തിലുമുള്ള അത്ഭുതങ്ങൾ ചെയ്യാനും കഴിയും. കാരണം ദൈവമാണ് ആ കുട്ടിയിലൂടെ പ്രവർത്തിക്കുന്നത്. എനിക്ക് മനസ്സിലായി, പത്രോസ് പറയുന്നു. എന്നിട്ട് അവൻ ജോണിനെ തുറിച്ചു നോക്കുകയാണ്. അനന്തരം കുറേ സമയത്തേക്ക് ആത്മഗതം ചെയ്യുകയായിരുന്നു. അതിൻ്റെ സമാപനത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്നു, അതേ ഗുരുവേ, നിനക്കത് ചെയ്യാൻ കഴിയും. കാരണം നീ ദൈവമാണ്. നീ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ്. അത്രയുമായിത്തീരുന്നവർക്കും അത് തന്നെ സംഭവിക്കുന്നു. അതായത് അത്രയധികം ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇതെല്ലാം സാധിക്കും. എനിക്ക് ശരിക്കും മനസ്സിലായി. എന്നാൽ ആ ഐക്യത്തിലേക്ക് കടക്കാനുള്ള വാതിലിൻ്റെ താക്കോൽ ഏതാണെന്ന്, അഥവാ ആ ശക്തിയും രഹസ്യവും എന്താണെന്ന് നീ അന്വേഷിക്കുന്നില്ലേ? അത്രയും ഉയരത്തിലെത്താൻ എല്ലാ മനുഷ്യർക്കും കഴിയുന്നില്ല. വിജയത്തിനുള്ള മാർഗങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടും കഴിയുന്നില്ലല്ലോ. വളരെ ശരിയാണ്. മനുഷ്യനെ ദൈവത്തോട് ഐക്യപ്പെടുത്തി ജഡികമായവയെ അടക്കി ഭരിക്കാൻ കഴിയുന്ന ശക്തിയുടെ രഹസ്യം എന്താണ്? ഒരു പ്രാർത്ഥനയാണോ അതോ രഹസ്യമന്ത്രങ്ങൾ വല്ലതുമാണോ? സ്വല്പസമയം മുമ്പ് സൈമന്റെ മകൻ യൂദാസ് നമുക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെ പ്രതി മുട്ടാടിനെ കുറ്റപ്പെടുത്തുകയായിരുന്നു.
മൃഗങ്ങൾക്ക് ബാധയൊന്നുമില്ല. അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കൂ. ഈ അന്ധവിശ്വാസങ്ങൾ ഒരു തരത്തിലുള്ള വിഗ്രഹ ആരാധനയാണ്. അത് ദൗർഭാഗ്യങ്ങൾക്ക് കാരണമാകാനിടയുണ്ട്. മന്ത്രവാദത്തിന് പ്രത്യേക മന്ത്രങ്ങളൊന്നും ഇല്ലാത്തതുപോലെ രഹസ്യ മന്ത്രങ്ങളൊന്നുമില്ല. സ്നേഹം മാത്രമേയുള്ളൂ. രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹം ആക്രമികളെ ശാന്തരാക്കുകയും അത്യാഗ്രഹികളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സ്നേഹം ദൈവം പരിപൂർണ സ്നേഹത്താൽ ദൈവത്തെ ഉള്ളിൽ വഹിച്ച് പൂർണ്ണമായും സ്വന്തമാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അഗ്നിയായി തീരും. എല്ലാ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തട്ടിയിടാനും കത്തിയിരിക്കാനും അവയ്ക്ക് കഴിയും. നിങ്ങളുടെ വാക്ക് ശക്തിയായി മാറും. നിങ്ങളുടെ കണ്ണ് ആയുധധാരികളെ നിരായുധരാക്കുന്ന കരമായി മാറും. ദൈവത്തെ എതിർക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. സ്നേഹത്തെ ചെറുത്തു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. സാത്താന് മാത്രമേ അത് കഴിയൂ. കാരണം അവൻ വിദ്വേഷത്തിൻ്റെ മൂർത്തിഭാവമാണ്. അവൻ്റെ മക്കളും അങ്ങനെ ചെറുത്തു നിൽക്കാൻ കഴിവുള്ളവരാകും. മറ്റുള്ളവർ വികാരങ്ങളാൽ ഭരിക്കപ്പെടുന്ന ബലഹീനരായ സാധു മനുഷ്യർക്ക്, സാത്താന് തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞിട്ടില്ലാത്തവർക്ക് ദൈവത്തെ സ്നേഹത്തെ ചെറുത്തു നിൽക്കാൻ കഴിവില്ല. അവരുടെ മതം ഏതുമായിക്കൊള്ളട്ടെ, ഒരു വിശ്വാസവുമില്ലാത്തവരായിക്കൊള്ളട്ടെ, ആധ്യാത്മികമായ അധംപതനത്തിൻ്റെ ഏത് തലത്തിലും ഉള്ളവരായിരുന്നു കൊള്ളട്ടെ, വലിയ ജേതാവായ സ്നേഹത്താൽ അവർ കീഴ്പ്പെടുത്തപ്പെടുന്നു. വേഗം ആ സ്ഥിതിയിലെത്താൻ ശ്രമിച്ചുകൊള്ളൂ. അപ്പോൾ ദൈവമക്കളും ദൈവത്തെ വഹിക്കുന്നവരും ചെയ്യുന്നതെല്ലാം നിങ്ങൾക്കും ചെയ്യാനാകും. പത്രോസ് ജോണിൻ്റെ മുഖത്തു നിന്ന് കണ്ണു പറിക്കാതെ നോക്കുന്നു. അതുപോലെ തന്നെ അൽഫേസിൻ്റെ മക്കളും ജെയിംസും ആൻഡ്രൂവും ജോണിനെ താല്പര്യത്തോടെ നോക്കുന്നുണ്ട്. എൻ്റെ കർത്താവേ, എന്നാൽ എൻ്റെ സഹോദരന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നീ അവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത്ഭുതങ്ങൾ ചെയ്യുന്ന ബാലൻ അവനാണ്, അതാണോ? അങ്ങനെ തന്നെയാണോ? അവൻ എന്താ ചെയ്തത്? ജീവന്റെ പുസ്തകത്തിലെ ഒരു പേജ് അവൻ മറിച്ചു. അവൻ വായിച്ചു. പുതിയ രഹസ്യങ്ങൾ അവൻ പഠിച്ചു. മറ്റൊന്നുമില്ല. അവൻ നിങ്ങളെക്കാൾ മുൻപിലാണ്. കാരണം വരുന്ന തടസ്സങ്ങളെയൊന്നും പരിഗണിക്കാൻ അവൻ മെനക്കെടാറില്ല. ഓരോ ബുദ്ധിമുട്ടും ഓരോ ലാഭവും ഒന്നും അവൻ തൂക്കിയളന്നു നോക്കുന്നില്ല. അവൻ ഇപ്പോൾ ഈ ഭൂമിയെ തന്നെ കാണുന്നില്ല. അവൻ പ്രകാശം കാണുന്നു, അതിലേക്ക് പോവുകയും ചെയ്യുന്നു. നിൽക്കാതെ അതിനെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുന്നു. അവനെ അലട്ടാതെ വെറുതെ വിട്ടേക്കൂ. വലിയ ജ്വാലകൾ കത്തിയിരിക്കുന്ന ആത്മാക്കളെ ഒട്ടും അലട്ടരുത്. അവരുടെ തീഷ്ണത കത്തിജ്വലിക്കുകയും അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. അവർ കത്തിയെരിയാൻ നിങ്ങൾ അനുവദിക്കണം. അത് ഏറ്റവും കൂടിയ ആനന്ദവും ഏറ്റവും വലിയ അധ്വാനവുമാണ്. ചിലപ്പോഴെല്ലാം അന്ധകാരത്തിൻ്റെ നിമിഷങ്ങൾ ദൈവം അവർക്ക് പ്രദാനം ചെയ്യും. കാരണം ശക്തിയേറിയ ചൂട് അതിനേർമയുള്ള ആത്മാക്കളെ മരണത്തിനിരയാക്കും. തുടർച്ചയായി വെയിൽ കൊള്ളാൻ അവർക്ക് ശക്തിയില്ല. ദൈവം മൗനത്തിൻ്റെ വരവും മൗതികവും മഞ്ഞുതുള്ളിയുടെ അനുഭവവും അങ്ങനെയുള്ള ആത്മാക്കൾക്ക് നൽകും. വനപുഷ്പങ്ങളെ അങ്ങനെയാണല്ലോ ദൈവം പരിപാലിക്കുന്നത്. ദൈവം വിശ്രമം അനുവദിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ അഭ്യാസി വിശ്രമിക്കട്ടെ. കായിക വിദ്യ അധ്യാപകർ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിശ്രമം കൊടുക്കുന്നുണ്ടല്ലോ. ആ അധ്യാപകരെ നിങ്ങൾ അനുകരിക്കൂ. അവൻ എത്തിയ സ്ഥാനത്ത് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ, അല്ല അതിനേക്കാൾ മുന്നേറിക്കഴിയുമ്പോൾ നിങ്ങളും അവനും വളരെ മുന്നേറും. നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവപ്പെടും. അതായത് ആത്മാക്കൾ സ്നേഹത്തിനടിമപ്പെട്ട് കഴിയുമ്പോൾ, സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി തീരുമ്പോൾ അവർ മൗനത്തിലും മങ്ങിയ വെളിച്ചത്തിലുമാണ് കഴിയാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ആഗ്രഹം എന്നും ആദരിക്കപ്പെടേണ്ടതാണ്. ജോൺ ഒരു മടയനാണ്. ഞാൻ അറിയപ്പെടുന്നതാണ് എനിക്ക് സന്തോഷം. കാരണം കൊച്ചുകുട്ടികളെപ്പോലെ വിസ്മയത്താൽ നമ്മുടെ അയൽക്കാരുടെ ആത്മാക്കൾ ആകർഷിക്കപ്പെടണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇല്ല, നിങ്ങൾ ആ സ്ഥിതിയിൽ എത്തിക്കഴിയുമ്പോൾ ജോൺ ആഗ്രഹിക്കുന്നത് പോലെ മൗനവും മങ്ങിയ വെളിച്ചവുമായിരിക്കും നിങ്ങളും ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലാതാകുന്ന അവസരത്തിൽ ഇതോർത്തു കൊള്ളണം. ഒരാത്മാവിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചോ വിശുദ്ധിയെക്കുറിച്ചോ വിധി നിർണ്ണയിക്കേണ്ടി വരുമ്പോൾ എപ്പോഴും നിങ്ങളുടെ അളവുകോൽ എളിമയായിരിക്കണം. ഒരാൾ അഹങ്കാരം കൈവെടിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ടെന്ന് വിചാരിക്കരുത്. ഒരാൾ വിശുദ്ധനെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും അയാളിൽ അഹങ്കാരം ഭരണം നടത്തുന്നുവെങ്കിൽ അയാൾ വിശുദ്ധനല്ലെന്നും നിങ്ങൾക്ക് തീർച്ചയാക്കാം. വിശുദ്ധനാണെന്ന് അയാൾ അഭിനയിക്കുകയും അങ്ങനെ വേഷം കെട്ടുകയും അത്ഭുതങ്ങൾ ചെയ്യുന്നുവെന്ന് നടിക്കുകയും ചെയ്തേക്കാം. എന്നാൽ അയാൾ വിശുദ്ധനൊന്നുമല്ല. അയാളുടെ ഭക്തി മുഴുവൻ കപടഭക്തിയാണ്.
അയാൾ കാണിക്കുന്ന വിക്രിയകൾ പൈശാചികമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഉവ്വ് ഗുരുവേ. എല്ലാവരും ശാന്തരായി ചിന്താമഗ്നരായിരിക്കുന്നു. അവരുടെ അധരങ്ങൾ ചലിക്കുന്നില്ലെങ്കിലും മുഖഭാവം ആന്തരിക വ്യാപാരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അറിയാനുള്ള ആഗ്രഹം അങ്ങനെ വെമ്പൽ കൊള്ളുന്നു. അത് അവരുടെ ചുറ്റും വിറകൊള്ളുന്നത് പോലെയും അവരിൽ നിന്ന് പ്രവഹിക്കുന്നത് പോലെയുമുണ്ട്. തീഷ്ണൻ അവരുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. അല്പം ഇടവേള കിട്ടിയിട്ട് വേണം സമാധാനമായിരിക്കാൻ ഓരോരുത്തരോടും ആവശ്യപ്പെടുക. എനിക്ക് തോന്നുന്നത് അപ്പസ്തോല സംഘത്തിൽ ഒരു ചിട്ടയും ക്രമവും പാലിക്കപ്പെടാനുള്ള പരിശ്രമം തീഷ്ണൻ സ്വയം ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ്. കൂട്ടുകാരുടെ ഇടയിൽ ക്രമപാലനം, ഉപദേശം, സമാധാനം ഇവയെല്ലാം പാലിക്കുന്നത് തീഷ്ണന് ഉത്സാഹത്താലാണ്. ഈശോയെ ആൾ നല്ലവണ്ണം മനസ്സിലാക്കുന്നുമുണ്ട്. അയാൾ പറയുന്നു, നമ്മൾ യോവനായുടെ തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ആ താഴ്വരയിൽ കാണുന്ന ഗ്രാമമാണ് ബത്തേർ. മുകൾ ഭാഗത്ത് കാണുന്ന ആ വലിയ മാളികയിലാണ് അവൾ ജനിച്ചത്. വായുവിന് നല്ല സൗരഭ്യം അനുഭവപ്പെടുന്നില്ലേ? സന്ധ്യയാകുമ്പോൾ വളരെ ശക്തിയേറിയ സുഗന്ധവുമായിരിക്കും. എന്നാൽ കുളിർമയുള്ള പ്രഭാതത്തിൽ അവ കാണുമ്പോഴാണ് അവയുടെ സൗന്ദര്യത്തിൻ്റെ പാരമ്യം. വികസിച്ചു വരുന്ന പുഷ്പദളങ്ങളിൽ കോടിക്കണക്കിന് വജ്രക്കല്ലുകൾ തങ്ങി നിൽക്കുന്നത് പോലെ മഞ്ഞുതുള്ളികൾ വെട്ടിത്തിളങ്ങുന്നുണ്ടാവും. അസ്തമന സമയത്ത് പൂർണ്ണമായി വിരിഞ്ഞ പൂക്കളെല്ലാം അവർ ശേഖരിക്കും. വരൂ, ആ കുന്നിൻ്റെ മുകളിൽ ചെന്ന് നിന്നാൽ മുകൾ മുതൽ താഴെ വരെ ജലപ്രവാഹം പോലെ റോസ് തോട്ടങ്ങൾ കാണാം. കുന്നിൻ്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം പോലെ കുത്തനെ നിൽക്കുന്ന പാറകളുടെ ഇടയിലൂടെ മറുവശത്തെ കുന്നിൻ ചെരുവുകൾ കവിഞ്ഞ് 2 കുന്നുകൾ മുഴുവൻ റോസാ പൂക്കൾ കൊണ്ട് സംവിധാനം ചെയ്തിരിക്കുന്ന നടനശാല. എന്തൊരു വിസ്മയം! വഴികൾ കുത്തനെയുള്ള കയറ്റമാണെങ്കിലും അത് കയറുന്നത് കൊണ്ട് നേട്ടമേ ഉള്ളൂ. കാരണം ആ സ്ഥാനത്ത് നിന്ന് ഈ പർദീസ മുഴുവൻ കാണാൻ കഴിയും. താമസിയാതെ തന്നെ നമ്മൾ ആ മാളികയിലെത്തും. പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ അവിടുത്തെ കൃഷിജോലിക്കാരുടെ ഇടയിൽ യോവന്ന ജീവിക്കുന്നു. ഇത്രയധികം സ്വത്തുക്കൾ കാത്തു സൂക്ഷിക്കുന്നത് ആ വേലക്കാരാണ്. ഈ താഴ്വരകളെല്ലാം ഇത്ര മനോഹരമാക്കിയിരിക്കുന്ന, സമാധാന പൂർണ്ണമാക്കിയിരിക്കുന്ന അവരുടെ സ്വാമിനിയോട് അവർക്ക് വളരെ സ്നേഹവും ബഹുമാനവുമുണ്ട്. ഹേറോദോസിൻ്റെ സേവകരെല്ലാവരും ഒന്നു ചേർന്നാലും ഇവരോളം വിലപ്പെട്ടവരാകയില്ല. ഗുരുവെ നോക്കൂ, എൻ്റെ സ്നേഹിതരെ നോക്കൂ. അർദ്ധവൃത്താകൃതിയിൽ റോസാപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കുന്നുകളുടെ സൗന്ദര്യം കാണിച്ചുകൊണ്ട് തീഷ്ണൻ പറയുന്നു. എവിടെ നോക്കിയാലും റോസ് തന്നെ. വളരെ ഉയരമുള്ള വൃക്ഷങ്ങളുടെ അടിയിലും റോസ് തോട്ടങ്ങൾ. വൃക്ഷങ്ങൾ ശക്തമായ കാറ്റിൻ്റെയും കഠിന വെയിലിൻ്റെയും ആലിപ്പഴ വർഷത്തിൻ്റെയും ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ ചെടികളും സംരക്ഷിക്കുന്നു. ആവശ്യത്തിനുള്ള വായുവും സൂര്യപ്രകാശവും ഒരാവരണത്തിലൂടെ എന്ന പോലെ ആ ചെടികൾക്ക് കിട്ടുന്നുണ്ട്. ലോകത്തിലേക്ക് മനോഹരമായ റോസത്തോട്ടങ്ങൾ അവിടെയാണുള്ളത്. ആയിരക്കണക്കിന്, 10,000-കണക്കിന് റോസാ ചെടികൾ അവിടെയുണ്ട്. വളരെ ചെറിയ റോസുകൾ, താഴ്ന്നു പടർന്നു നിൽക്കുന്നവ, പൊക്കമുള്ളവ, വളരെ ഉയരത്തിൽ വളരുന്നവ, ഇങ്ങനെ വിവിധ ഇനങ്ങളുണ്ട്. അവ ഇടതൂർന്നാണ് നിൽക്കുന്നത്. പൂക്കൾ പതിച്ചിട്ടുള്ള കുഷ്യൻ പോലെ തോന്നിക്കുന്നു. വൃക്ഷച്ചുവടുകളിൽ, ചെറുപുൽത്തകടുകളിൽ, വഴികളുടെ ഇരുവശങ്ങളിലും ചെറുവേലികൾ പോലെ അരുവിയുടെ വശങ്ങളിൽ പടർന്ന് വർണ്ണ അലങ്കാരം പോലെയുണ്ട്. ശരിക്കും ഇതൊരു സ്വപ്ന ലോകമാണ്. പല വലിപ്പം, പല നിറം, ഓരോ നിറത്തിൻ്റെയും ടീ റോസിനുള്ള ഐവറി മുതൽ രക്തവർണ്ണമുള്ള മറ്റിനങ്ങൾ വരെയും. യഥാർത്ഥ റോസാപ്പൂ കൊച്ചുകുട്ടികളുടെ കവിൾത്തടത്തിൻ്റെ നിറമുള്ളവയാണ്. ദളങ്ങളുടെ അരികിൽ ഈ നിറമുള്ള പൂക്കളുടെ ഉൾഭാഗം വെളുപ്പും ചുവപ്പും കലർന്നവയാണ്. ഈ ഇനമാണ് റോസ് വനത്തിൻ്റെ റാണി. സൗന്ദര്യത്തിലും സംഖ്യയിലും അത് മികച്ചു നിൽക്കുന്നു. ഇത്ര വലിയ സൗന്ദര്യം കണ്ട് എല്ലാവരും ആശ്ചര്യത്താൽ സ്തംഭരായി. എന്നാൽ ഇവയെല്ലാം കൊണ്ട് അവൾ എന്തു ചെയ്യാനാണ്? ഫിലിപ്പ് ചോദിക്കുന്നു. അവൾ അത് ആസ്വദിക്കുന്നു. തോമസിൻ്റെ മറുപടി. അല്ല, അവൾ അതിൻ്റെ സത്ത് ശേഖരിക്കുന്നു. അതിനായി 100 കണക്കിന് ഭൃത്യന്മാരെയും തോട്ടകൃഷിക്കാരെയും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവർ അതിനുള്ള ചക്കുകൾ പ്രവർത്തിപ്പിച്ച് ദിവസവും പണിയെടുക്കുന്നു. റോമാക്കാർക്ക് ഈ സത്ത് വളരെ പ്രിയമാണ്. കഴിഞ്ഞ വിളവെടുപ്പിൻ്റെ കണക്ക് എന്നെ കാണിച്ചുകൊണ്ട് ഇതെല്ലാം ജോനാഥൻ എന്നോട് പറഞ്ഞു. അതാ അൽഫേസിൻ്റെ ഭാര്യ മേരിയും ബാലനും അവർ നമ്മെ കണ്ടു. മറ്റുള്ളവരെ വിളിക്കുകയാണ്. അവരെല്ലാവരുമുണ്ട്. യോവനെയും 2 മേരിമാരും. ബാലൻ അവർക്കെല്ലാം മുമ്പിൽ ഈശോയെയും പത്രോസിനെയും ലക്ഷ്യമാക്കി ആലിംഗനത്തിനായി കൈയും നീട്ടിക്കൊണ്ട് മാർജിയാം ഓടിവരുന്നു. സ്ത്രീകളും വന്ന് ഈശോയുടെ പാദത്തിങ്കൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്.
എല്ലാവർക്കും സമാധാനം. എൻ്റെ അമ്മ എവിടെയാണ്? റോസ് തോട്ടങ്ങളിലൂടെ ഏലീശയുമായി നടക്കുകയാണ്. ഗുരുവേ, ഏലീശായ്ക്ക് നല്ല സുഖമായി. ഇപ്പോൾ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനും നിന്നെ അനുഗമിക്കാനും അവൾക്ക് കഴിവുണ്ടായിട്ടുണ്ട്. എന്നെ അതിനൊരു ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. യോവന്നായിക്ക് നന്ദി. യൂദയായിലേക്ക് വന്നത് ഉപകാരപ്പെട്ടെന്ന് കാണാറായി അല്ലേ മാർജിയ? ഇതാ നിനക്ക് ചില സമ്മാനങ്ങൾ. ഈ നല്ല പാവയും ഇത്ര ഭംഗിയുള്ള ആടുകളും നിനക്കിഷ്ടമാണോ? സന്തോഷ നിമിത്തം സ്തംഭിച്ച ബാലന് ശ്വാസം എടുക്കാൻ തന്നെ കഴിയുന്നില്ല. പാവ കൊടുക്കാൻ കുഞ്ഞിനെ ഈശോയുടെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് അവൻ്റെ മുഴുവൻ സന്തോഷവും കാണിച്ച് ചുംബിക്കുന്നു. അങ്ങനെ ഈ ആടുകളെ പോലെ ശാന്തയുള്ളവനായി നീ തീരണം. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ ഇടയനായി നീ തീരും. ഇത് ശരിയല്ലേ? ഗദ്ഗതത്തോടെ മാർജിയ മറുപടി പറയുന്നു, അതെ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണീർ കണങ്ങൾ തിളങ്ങുന്നുണ്ട്. സന്തോഷാധിക്യം. ഇനി പോയി പത്രോസിനെ കാണുക. ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. റോസ് വേലികൾക്കപ്പുറത്തും അമ്മയുടെ ശിരോവസ്ത്രത്തിൻ്റെ അറ്റം അനങ്ങുന്നത് ഞാൻ കാണുന്നു. അനന്തരം ഈശോ ഓടി അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് മാറോടണച്ചു. വഴിതിരിയുന്ന ഒരു കോണിലാണിത്. മേരിയും ആദ്യത്തെ ചുംബനം നൽകിയ ശേഷം അണച്ചുകൊണ്ട് പറയുന്നു, ഏലീശ എൻ്റെ പിന്നാലെയുണ്ട്. നിന്നെ ചുംബിക്കുന്നതിനായി ഞാൻ അവളെ വിട്ട് ഓടി വരികയായിരുന്നു. കാരണം നിന്നെ ചുംബിക്കാതിരിക്കാൻ എനിക്കാവില്ല. അതേസമയം അവളുടെ മുമ്പിൽ വെച്ച് നിന്നെ ചുംബിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അവൾക്ക് അവയെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഇതാ അവൾ വരുന്നു. ഈശോയുടെ അടുത്ത് എത്താറായപ്പോൾ നീണ്ട ചുവടുകൾ വെച്ച് നടന്നു വന്ന് ഈശോയുടെ വസ്ത്രാഞ്ചലം ചുംബിക്കാനായി മുട്ടുകുത്തുന്നു. ബെത്സൂറിലെ സന്താപപുത്രിയല്ല ഇപ്പോൾ. വൃദ്ധയായ ഗൗരവമുള്ള ഒരു സ്ത്രീയാണ്. ആഴമായ ദുഃഖം ആ മുഖഭാവത്തിന് കാർക്കശ്യം കലർത്തിയിട്ടുണ്ട്. എൻ്റെ ഗുരുവേ, നീ ഇന്നും എന്നും അനുഗ്രഹീതനാകട്ടെ. കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് നീ എനിക്ക് തിരിച്ചു തന്നു. വലിയ സമാധാനം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിന്നെ ഇവിടെ കാണാനിടയായതും എനിക്ക് സന്തോഷം നൽകുന്നു. ഏലീശ, എഴുന്നേൽക്കൂ. എനിക്കും സന്തോഷമാണ്. അനേകം കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയുവാനുണ്ട്. പലതും നിന്നോട് ചോദിക്കാനുമുണ്ട്. കർത്താവേ, നമുക്ക് ധാരാളം സമയം കിട്ടും. കാരണം ഏതാനും ദിവസങ്ങൾ ഞാൻ ഇവിടെ താമസിക്കുകയാണ്. വരൂ, നിന്നെ ഞാൻ എൻ്റെ ശിഷ്യർക്ക് പരിചയപ്പെടുത്തട്ടെ. ഓ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നീ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. അതായത് എനിക്കൊരു പുതിയ ജീവിതം നയിക്കണം. അതായത് നിന്റെ ജീവിതം എനിക്കൊരു പുതിയ കുടുംബം വേണം. നിന്റെ കുടുംബം മക്കളും വേണം. നിന്റെ മക്കൾ ബെത്സൂറിലുള്ള എൻ്റെ ഭവനത്തിൽ വെച്ച് നയോമിയോട് പറഞ്ഞതുപോലെ നിന്റെ കൃപാവരത്താൽ ഞാനൊരു പുതിയ നയോമിയായി തീർന്നിരിക്കുന്നു. ഈ കൃപ എനിക്ക് നൽകിയ നീ അനുഗ്രഹീതനാകട്ടെ. എൻ്റെ നിരാശയെല്ലാം മാറി ഞാൻ സന്താനരഹിതയുമല്ല. ഇനിയും ഒരമ്മയാകാൻ എനിക്ക് കഴിയും. മേരി അനുവദിക്കുമെങ്കിൽ നിനക്കും ഞാൻ ഒരമ്മയായി തീരും. നിന്റെ പഠനങ്ങൾ സ്വീകരിക്കുന്ന മക്കൾക്കെല്ലാം ഞാൻ അമ്മയായിരിക്കും. അതെ, അങ്ങനെ തന്നെ ആയിരിക്കും. മേരിക്ക് അസൂയയുണ്ടാകുകയില്ല. ഞങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് യാതൊരു ഇച്ഛാഭംഗവും തോന്നാനിടയാകാത്ത വിധം അത്രയധികമായി നിന്നെ ഞാൻ സ്നേഹിക്കും. നിന്നെ സഹോദര തുല്യം സ്നേഹിക്കുന്നു എന്ന് നിന്നോട് പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ പക്കലേക്ക് ഇപ്പോൾ നമുക്ക് പോകാം. അനന്തരം ഈശോ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവളുടെ പുതിയ കുടുംബാംഗങ്ങളുടെ പക്കലേക്ക് കൊണ്ടുപോകുന്നു. പന്തക്കുസ്ത തിരുനാൾ കാത്ത് കഴിച്ച യാത്ര സമാപിച്ചു.